ഈ ബീഫേ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കി നോക്കിയാലോ? എപ്പോഴും നോർമലായിട്ടുള്ള രീതിയിൽ നമ്മൾ ബീഫ് റോസ്റ്റോ ബീഫ് ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നോർമലി എല്ലാ വീട്ടിലും ഉണ്ടാക്കുക. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ട്രൈ ചെയ്ത് നോക്കിയാലോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില്ലീസ് കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ബീഫ് കൊത്തിയരിഞ്ഞത്. ഈ ബീഫ് കൊത്തിയരിഞ്ഞത് എന്താണെന്ന് നമ്മൾ വിചാരിക്കും. നോർമലി നമ്മളൊരു ഹോളായിട്ട് ബീഫ് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തായിരിക്കും യൂഷ്വലി എല്ലാ ഇതിനും നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി തന്നെ നമ്മൾ ബീഫിനെ കൊത്തി അരിയാൻ പോവാണ്. ഈ കൊത്തി അരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മിൻസ്ഡ് മീറ്റായിട്ട്. അതല്ല, നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നോർമൽ ബീഫ് വാങ്ങിച്ചാൽ മതി. എന്നിട്ട് ഒരുപാട് കട്ടിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ വെച്ചിട്ട് നമുക്കിത് ചെറിയ ചെറിയ പീസ് കുഞ്ഞു കുത്തി അരിഞ്ഞെടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ പഴയ ആൾക്കാരൊക്കെ ചെയ്യണ പോലെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് കത്തി വെച്ച് കഴിഞ്ഞാൽ ചെറുതാക്കി ചെയ്യാൻ പറ്റും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞ് ബെലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. ആ ബെലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇനി വീണ്ടും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ അതുപോലെ കട്ട് ചെയ്ത ബീഫ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു അടിപൊളി റെസിപ്പി കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്. നമുക്ക് ബീഫാണെന്ന് പോലും കണ്ടാൽ മനസ്സിലാവില്ല. ആ രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരാളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും നമുക്ക് അധികം വൈകിക്കേണ്ട, വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ മിൻസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരുപാട് കട്ടിങ് ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആണ് നമുക്ക്. ഇപ്പോൾ ഞാനിതിപ്പോൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനിപ്പോൾ 900 ആണ് കോസ്റ്റ് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് മീറ്റ് മാത്രമൊന്നുമല്ല മിൻസ് ചെയ്യാൻ, ഇത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ മീറ്റ് മാത്രമൊന്നുമല്ല മിൻസ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നത്. നമുക്ക് വെജിറ്റബിൾസോ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ചോപ്പ് ചെയ്യാനായിട്ട് ഇതിലിടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബ്ലേഡൊക്കെ ഉണ്ട് അതിന്. പിന്നെ നമുക്കിത് വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും ഇടാം. ഇപ്പോൾ മീറ്റ് മിൻസ് ചെയ്യാനാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മളത് ഇലക്ട്രിക്കൽ സ്വിച്ച് ഓൺ ചെയ്ത് പ്ലഗ് കുത്തി സ്വിച്ച് ഓൺ ചെയ്ത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഈ സ്വിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് കിടന്ന് കറങ്ങി നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കുറേ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് 1.25 കിലോ ഇറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ബോൺലെസ് ആയിട്ടുള്ള ബീഫാണ്. ഇതൊന്ന് കൊത്തി എരിഞ്ഞ് എടുത്തതാണ്. ഇതിന് വേണ്ടിയിട്ട് 12 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കുഞ്ഞായി കട്ട് ചെയ്തെടുത്താണ്. 2 ഫുൾ ബഞ്ച് വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുത്താണ്. പിന്നെ 3 വലിയ സവാള കുഞ്ഞായി കട്ട് ചെയ്തെടുത്താണ്. ഇഞ്ചി 2 വലിയ പീസ് പൊടിയായി ഒന്ന് അരിഞ്ഞെടുത്താണ്. 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2-4 ഇതള വേപ്പില. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ നമ്മുടെ കൊത്തിയരിഞ്ഞ ബീഫ് ഉലർത്തിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പാനാണ് ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും പാത്രം ലൈക്ക് ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, നെക്സ്റ്റ് പച്ചമുളക് അരിഞ്ഞത്, ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഇഞ്ചി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്കൊരു 1/2 കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ് മാറ്റി വെച്ച ബീഫ് ഞാൻ സ്റ്റൗവിൽ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. മൂടി വെച്ച് വേവിക്കാൻ മറക്കരുത്. എല്ലാവരും റെസിപ്പി കണ്ടല്ലോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഈ മിൻസ്ഡ് മീറ്റിൻ്റെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് മേടിക്കാനായിട്ട് അന്വേഷിച്ച് കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ബീഫില്ലേ, അതങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ആ ഒരു കുഞ്ഞ് ആ പീസ് ആവണമെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഗസ്റ്റോ ഫ്രണ്ട്സൊക്കെ വരുമ്പം ഒരു വെറൈറ്റി ഡിഷ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അവരുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.